I begin to I begin to ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കനക ഗൗതം വ്ലോഗ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഡയറ്റ് ഡേ റൊട്ടീൻ 14 ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ വെയിറ്റ് വന്നിരിക്കുന്നത് 124.35 ആണ്. പിന്നെ രാവിലെ തന്നെ ഒരു അരമണിക്കൂർ ത്രെഡ്മില്ലിലും നടന്നിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ ദിവസം മൊത്തത്തിൽ ഞാനൊരു 3 ലിറ്റർ വെള്ളവും കുടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിയാണ്. ചപ്പാത്തിയും മുട്ടക്കറിയും ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ പ്ലാനിങ്. അപ്പോൾ ചപ്പാത്തിക്ക് ഓൾറെഡി നമുക്കറിയാമല്ലോ, കുഴച്ച് പരത്തി എടുത്ത് വേണം ചപ്പാത്തി ചുടാൻ. എനിക്ക് ഈ ചപ്പാത്തി ചുടുന്നതൊക്കെ ഇത്തിരി മെനക്കേടുള്ള പരിപാടിയാണ് കേട്ടോ. അതാണ് ഞാൻ ഈ കൂടുതലും ദോശയിൽ ഒതുങ്ങുന്നത്. അപ്പോൾ ചപ്പാത്തിക്ക് ഇവിടെ മാവാണ് എടുത്തിരിക്കുന്നത്. ആട്ട മാവുണ്ടല്ലോ, അതെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചേർത്തിരിക്കുന്ന ഉപ്പ് നമ്മുടെ പിങ്ക് സോൾട്ട് ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യണത്. അതാണ് അതൊരു പിങ്ക് കളറിലിരുന്നത്. അതും പിന്നെ നോർമൽ വെള്ളത്തിലാണ് കേട്ടോ ചപ്പാത്തി കുഴക്കണേ. ചിലരൊക്കെ ഭയങ്കര ചൂടുവെള്ളത്തിലൊക്കെ കുഴക്കാറുണ്ട്. ഇവിടെ നോർമൽ വെള്ളത്തിലാണ് ചപ്പാത്തിക്ക് കുഴക്കുന്നത്. അപ്പോൾ അത് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കും. എന്നിട്ട് ഒരു 4 മുട്ട എടുത്തിട്ട് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുട്ടക്കറിയാണല്ലോ, മുട്ടയില്ലാതെ എന്ത് മുട്ടക്കറിയല്ലേ. അപ്പോൾ അത് ആ മുട്ട ഇവിടെ ഇരുന്ന് ആവുന്നുണ്ട്. അപ്പോൾ ഇന്ന് വളരെ സിമ്പിളായിട്ടൊരു തട്ടിക്കൂട്ട് മുട്ടക്കറിയാണ്. ഇപ്പോൾ ഈ ഇടയായിട്ട് എല്ലാം തട്ടിക്കൂട്ടുകളാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ചൂട് കാരണം എനിക്ക് കിച്ചണിൽ നിന്ന് ഒരുപാട് അങ്ങോട്ട് വിയർക്കാനൊന്നും വയ്യ. അപ്പോൾ പെട്ടെന്ന് എല്ലാം കുക്കറുള്ളതുകൊണ്ട് എല്ലാം കുക്കറിനെയാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ പണി മൊത്തത്തിൽ കേട്ടോ. അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, കുക്കറിൽ എണ്ണ ഒഴിച്ചു, അതിലേക്ക് നമ്മൾ സവാള ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ സവാള ഒന്ന് വാടി അതിൻ്റെ ആ ഒരു പച്ചമണം മാറി വരുമ്പം നമ്മൾ 1 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് കുക്കറിൽ ഒരു 2 വിസിൽ കേൾപ്പിച്ചെടുക്കും കേട്ടോ. അപ്പം നമ്മുടെ മുട്ട ഇവിടെ സെറ്റാണ്. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് പച്ചവെള്ളത്തിൽ മാറ്റിയിടും കേട്ടോ. എന്നാലാണ് ആ തോട് പൊളിക്കാൻ എളുപ്പത്തിൽ കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ആ സംഭവം അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മുട്ട എടുത്തു കഴിഞ്ഞാൽ പാപ്പുക്കുട്ടനായാലും ടെറിക്കുട്ടനായാലും എല്ലാവർക്കും വെപ്രാളമാണ് കേട്ടോ മുട്ട കഴിക്കാനായിട്ട്. അപ്പോൾ മുട്ട അവിടെ കറി ആവുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഇടയിൽ ഇവിടെ ചപ്പാത്തി അങ്ങ് സെറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ 3 കുക്കറിലും ഫുഡാണ്. ഒരു കുക്കറിൽ ചോറാണ്, അടുത്ത കുക്കറിൽ ഉച്ചക്കത്തേക്കുള്ള പയറ് വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് നമ്മുടെ ഉള്ളി ഇരിപ്പുണ്ട്. ഇത് ഞാൻ നാരൂന് ഈ മുട്ട ഒന്ന് പൊളിച്ച് തരാനായിട്ട് ഏൽപ്പിച്ചാണ്. എന്ത് കഷ്ടപ്പാടാതെ നോക്കി ആ മുട്ട പൊളിക്കുന്നിട്ട്. പിന്നെ ഞാൻ വാങ്ങിയിട്ടാണ് പൊളിച്ചത്. അപ്പം നമ്മുടെ ആ വെന്ത ഉള്ളി ഞാനൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൽ ആ വെള്ളം വന്നിരിക്കുന്നത് നമ്മൾ ഒഴിച്ച വെള്ളവും പിന്നെ ആ ഉള്ളിയുടെ വെള്ളവും കൂടാണ് കേട്ടോ. അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തു, ഒരു 2-2.5 സ്പൂൺ മുളക് പൊടി ചേർത്തു. ഇത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. അപ്പോൾ അത് ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക കേട്ടോ. കൂടുതൽ മല്ലിപ്പൊടി വേണ്ട കേട്ടോ. ഞാനത് ആ സ്പൂൺ കുമിച്ചെടുത്തോണ്ട് കേട്ടോ അത്രയും ചേർത്തത്. പിന്നെ കുറച്ച് ഗരം മസാല ചേർക്കുക. ഞാനിത് വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ് കേട്ടോ. എന്നിട്ട് ഈ പൊടിയുടെ പച്ചമണം ഒന്ന് മാറണം. അത് ഈ വെള്ളവും സവാളയും എല്ലാം കൂടെ കിടന്നൊന്ന് മാറിക്കോളും. എന്നിട്ട് വെള്ളം ചെറുതായിട്ടൊന്ന് പറ്റി വരണം കേട്ടോ. നന്നായിട്ട് അങ്ങ് വഴണ്ട് വരണ്ട, ഒന്ന് പറ്റി വരണം. തീ കൂട്ടി തന്നെ ഇട്ടേക്കുക കേട്ടോ. അപ്പം വഴട്ടാതെയും പിടിക്കാതെയും നമുക്ക് ചടപടാന്നൊരു മുട്ടക്കറി വേണമെങ്കിൽ ഇത് ചെയ്ത് നോക്കാം. ടേസ്റ്റ് നല്ലതാണ്. നമ്മളൊരു ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുന്ന ഒരു മുട്ടക്കറി സ്റ്റൈലാണ് കേട്ടോ. അല്ലാതെ വഴട്ടി ഉണ്ടാക്കുന്നതിന് വേറൊരു ടേസ്റ്റാണ്. ഇതും കൊള്ളാം. അപ്പം ഞാൻ ചപ്പാത്തി പരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കറി കണ്ടില്ലേ, അതൊന്നായി എണ്ണ തെളിഞ്ഞ് വന്ന സമയത്ത് അതിലേക്ക് മുട്ടയും ഇട്ടിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. അത്യാവശ്യം നല്ലതാണ്. അപ്പം ഞാൻ ചപ്പാത്തിയും പരത്തി എടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എണ്ണ ഒഴിക്കാതാണ് ചപ്പാത്തി പരത്തുന്നത്. നാരൂന് കുറച്ച് എണ്ണ ഇട്ടിട്ടാണ് കേട്ടോ ചപ്പാത്തി പരത്തി കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ ചപ്പാത്തി ഞാൻ ഓൾറെഡി പരത്തി 2 മാറ്റി. അപ്പോൾ നാരൂൻ്റെതിൽ കുറേശ്ശെ എണ്ണ ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം ഇത്തിരി സോഫ്റ്റായിട്ടൊക്കെ ഇരിക്കണമല്ലോ. അപ്പോൾ ഇത് നാരൂൻ്റെയാണ്. അപ്പുറത്തിരിക്കുന്ന കറിയായിട്ടിരിക്കുന്ന 2 ഉണക്ക ചപ്പാത്തി ഉണ്ടല്ലേ, അത് എൻ്റെയാണ് കേട്ടോ. അപ്പോൾ നാരൂൻ്റെ ഉണ്ടല്ലേ നല്ല ഗ്ലേസിങ് ആയിട്ടൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ 2 മുട്ട നാരൂന്, 1 മുട്ട എനിക്ക്, പിന്നെ 1 മുട്ട ആർക്കാന്ന് നിങ്ങൾ കരുതുമായിരിക്കും. അതായത് ഒരു ചപ്പാത്തിയും ആ ഒരു മുട്ടയായിട്ട് നമ്മുടെ പിള്ളേരുണ്ടല്ലോ, പട്ടിക്കുട്ടന്മാർ, അവർക്ക് കഴിച്ച് കഴിഞ്ഞിട്ടൊന്ന് വാരി കൊടുക്കും കേട്ടോ. അപ്പം നമ്മുടെ ഒരു സ്നേഹം അവർക്കും അത് ഇഷ്ടമാണ്. അപ്പം ഞാനല്ല കൂടുതലും നാരുവാണത് ചെയ്യുന്നത്. ഇപ്പം ഞാനിപ്പോൾ കറക്റ്റായിട്ട് ഫുഡ് എടുക്കുന്നുണ്ട്, ഞാനത് ചെയ്യാറില്ല. ആഹാ എന്ത് നല്ല അഴകാണ് മൂഞ്ചില്ലേ. ഞാനേ ഒരു പാക്ക് ഇട്ടതാണ് കേട്ടോ. നമ്മുടെ മുഖത്ത് മൊത്തം ഇപ്പം പിമ്പിൾസ് ആണല്ലോടാ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് ചെയ്തൊന്നുമില്ല, നമ്മുടെ കടലമാവും
മഞ്ഞപ്പൊടിയും കൂടെ കസ്തൂരി മഞ്ഞളും കൂടെ മിക്സ് ചെയ്തിട്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ പിള്ളേരുടെ ഫുഡാണ് കേട്ടോ. അപ്പം 3-4 ദിവസമായിട്ട് തീർന്നിരുന്നത്. ഞാൻ പറഞ്ഞില്ലായിരുന്നു നിങ്ങളോട് ബഡ്ജറ്റ് ഇത്തിരി കുറവായിരുന്നു, ഇത്തിരി ദാരിദ്ര്യം പിടിച്ച അവസ്ഥയായിരുന്നെന്ന്. അപ്പോൾ എനിക്കിത് വാങ്ങാൻ പറ്റിയില്ല. 4 ദിവസമായിട്ട് ഇത് തീർന്നിരുന്നേ. അപ്പോൾ നമ്മളിത് വീണ്ടും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് 1 മാസത്തേക്ക് കറക്റ്റ് ഇവർക്ക് തികയും കേട്ടോ. 1 മാസത്തേക്കുള്ളതേ കാണൂ. ഇപ്പോൾ കുഞ്ഞു പട്ടിക്കുട്ടികളൊക്കെ ആണെങ്കിൽ കുറേ നാൾ നിൽക്കും. പക്ഷെ നമുക്കിവിടെ ടെറി ഉള്ളത് കൊണ്ട് ഇത് 1 മാസത്തേക്കേ നിൽക്കുള്ളൂ. അപ്പം അതിൻ്റെ മണം കേട്ടിട്ട് രണ്ടിനും സഹിക്കുന്നില്ല കേട്ടോ. പിന്നെ നിങ്ങളൊക്കെ ഈ പട്ടിക്കുട്ടി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് വാങ്ങി വെക്കുകയാണെങ്കിൽ, ഇപ്പം നിങ്ങൾ ഡ്രൈ ഫുഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ലതാണ് കേട്ടോ. കാരണം ബ്രീഡേഴ്സൊക്കെ വാങ്ങി കൊടുക്കുന്ന ഒരു ഇതാണ്. ഇത് ടോട്ടൽ 12 kg ആണുള്ളത്. വില ഞാൻ ഓർക്കുന്നില്ല കേട്ടോ എത്രയാണ്. പക്ഷേ ഇത് നല്ല സംഭവമാണ്. നമ്മൾ ഇതാണ് ഇവർക്ക് വാങ്ങുന്നത്. കാരണം ഇതേ മുതലാവുള്ളൂ നമുക്ക്. പിന്നെ ടെറിക്ക് നമ്മൾ ചോറും അല്ലാതെയൊക്കെ കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ ഇത് 1 മാസം നിൽക്കാറുണ്ട്, ഇല്ലെങ്കിൽ 1 മാസം നിൽക്കാറില്ല കേട്ടോ. പിന്നെ നമ്മൾ ഫുഡൊക്കെ ആയതുകൊണ്ട് രാവിലെ മാത്രമാണ് ഈ ഒരു ഡ്രൈ ഫുഡ് കൊടുക്കണേ. അപ്പോൾ അത് കിട്ടി. ഞാനിതൊരു ചെറിയ ഡപ്പയിലിട്ട് വെക്കാം കേട്ടോ. കാരണം ഞാൻ പെട്ടെന്ന് എടുത്ത് കൊടുക്കാനായിട്ടുള്ളൊരു എളുപ്പത്തിന് ചെറിയൊരു ഡപ്പയിലിട്ട് വെക്കും. കാരണം നമ്മുടെ കേശുക്കുട്ടൻ കുരുട്ടുണ്ടല്ലോ, അവന് 4 നേരം നമ്മൾ 4-5 നേരം നമ്മൾ കുറേശ്ശെ ഫുഡ് കൊടുക്കും. മറ്റവർക്ക് 2 നേരം അല്ലെങ്കിൽ 3 നേരമേ കൊടുക്കുള്ളൂ. അപ്പോൾ കേശുവിന് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കാനാണ് കേട്ടോ ഇങ്ങനെ എടുക്കുന്നത്. കാരണം അത് കുഞ്ഞായതുകൊണ്ട് കുറേശ്ശെ തിന്നുള്ളൂ. ഒരു കൺട്രോൾ വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ടെറിക്കായാലും പാപ്പൂനായാലും ഇനി വെയിറ്റ് കൂടരുതെന്ന് ഡോക്ടർ പറഞ്ഞു കേട്ടോ. കാരണം അവർക്ക് ഐഡിയൽ വെയിറ്റിൽ കൂടുതലാണിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇനി വെയിറ്റ് കൂടരുതെന്ന് പറഞ്ഞു. മാത്രമല്ല ഇവരിവിടെ ആക്ടിവിറ്റീസായിട്ട് നടക്കുകയോ ഓടുകയോ അങ്ങനെയൊന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനി വെയിറ്റ് കൂടി കഴിഞ്ഞാൽ അറ്റാക്ക് വരുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൺട്രോൾ ചെയ്താണ് ഇപ്പോൾ ഫുഡ് കൊടുക്കണേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചക്കത്തേക്കുള്ള കാര്യം തുടങ്ങി. ഉച്ചക്കത്തേക്ക് ഞാൻ എണ്ണയിൽ സവാള വഴട്ടുവാണ് കേട്ടോ. പയറ് തോരൻ വെക്കാൻ, പച്ചപ്പയർ തോരൻ വെക്കാൻ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾ ഒരു ജീരക വിരോധിയാണെന്നുള്ളത്. അപ്പം ഞാൻ ജീരകം ഇട്ടിട്ടില്ല. പിന്നെ പച്ചമുളക് എല്ലാത്തിലും ഞാൻ അരച്ച് ചേർക്കാറാണ് പതിവ്. അപ്പോൾ പച്ചമുളകും പിന്നെ 3-4 നമ്മുടെ എന്താ അതിന് പറയണേ, വെളുത്തുള്ളി ഉണ്ടല്ലോ, വെളുത്തുള്ളി തൊലി കളയാതെ കഴുകിയിട്ടാണ് ഇട്ടിട്ടേക്കുന്നത്. മഞ്ഞൾപ്പൊടി. ഇത്രയേ ഉള്ളൂ എൻ്റെ എല്ലാ തോരൻ്റെ അരപ്പുകളും. അപ്പോൾ പയർ ഞാൻ ഓൾറെഡി നേരത്തെ വേവിച്ച് വെച്ചായിരുന്നല്ലോ. അപ്പം സവാള ഒന്ന് വഴണ്ട് വന്നപ്പോൾ ഞാൻ പയർ ചേർത്തു. പയർ ഒന്ന് സവാളയായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. പയർ വേവിച്ചപ്പോൾ 1 നുള്ളി ഉപ്പ് ചേർത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്പും ചേർക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു അരപ്പുണ്ടല്ലോ, നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ്, അതും ചേർത്ത് മിക്സ് ചെയ്യാതെ ഇത് മേലിൽ ഇങ്ങനെ ഒന്ന് തത്തിപ്പുത്തി വെച്ചിട്ട് അടച്ചു വെക്കുക, തീ കുറച്ച്. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ ഈ അടപ്പ് തുറക്കുമ്പോൾ ഇങ്ങനെ ആവി മേലിലോട്ട് വരുമല്ലോ, ആ സമയത്ത് നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ സംഭവം റെഡിയാണ്, ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതാണ് ഇത്ര ക്വാണ്ടിറ്റിയാണ് ഞാൻ ഇത് കഴിച്ചത്. പിന്നെ ഞാൻ നാരൂൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളൂ. അവൻ 3 മണി കഴിഞ്ഞിട്ടേ ഫുഡ് കഴിക്കാറുള്ളൂ. എന്നിട്ട് ഞാൻ കുറച്ച് നേരമൊക്കെ റെസ്റ്റ് ചെയ്തു. ഇത് കഴിഞ്ഞ് വൈകിട്ടായപ്പോൾ നല്ല മഴ പെയ്തു. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കാനൊക്കെ ഈ ചൂടില്ലാതെ മഴയത്ത് നല്ല രസമാണല്ലോ നിന്നുണ്ടാക്കാൻ. അപ്പം നമ്മുടെ മാങ്ങ അവിടെ ഇരിക്കുകയാണ്, അത് നമുക്ക് തീർക്കണമല്ലോ. അപ്പോൾ 2 മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഞാൻ മിക്സിയിൽ ഇട്ടൊന്ന് അടിച്ചെടുത്തു. ഇത് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലേ, ഇത് മാംഗോ ഐസാണ് കേട്ടോ ചെയ്യാൻ പോണത്, പാല് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ അടിച്ച്, ആദ്യം മാങ്ങ 2 എടുത്തിട്ടുണ്ട്, അതൊന്ന് അടിച്ച് ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാനൊരു 1/2 ലിറ്റർ പാലാണ് കേട്ടോ ചേർത്തത്. കാച്ചിയ പാലല്ല. നിങ്ങൾക്കിപ്പോൾ കാച്ചിയ പാൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ കാച്ചി റൂം ടെമ്പറേച്ചറിലായ പാലൊഴിക്കുക. എന്നിട്ട് കുറച്ച് പഞ്ചസാരയും ചേർക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ ഈ മാങ്ങയും പാലും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ മിക്സിയിലൊന്ന് അടിച്ചെടുത്തു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ മാങ്ങയുടെ കൂടെ ഒരുമിച്ച് പാലിട്ട് കഴിഞ്ഞാൽ മാങ്ങ ചിലപ്പം ഇങ്ങനെ കടിക്കുന്ന കണക്ക് കിടക്കും, അപ്പോൾ ഐസായി കിട്ടില്ല. അപ്പോൾ 2 കൂടെ പിന്നെ ഒന്നും കൂടെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തു. എന്നിട്ട് ആവശ്യത്തിന് വേണ്ടുന്ന പഞ്ചസാരയും ചേർത്തു. ഇത്രയേ ഉള്ളൂ ഈ സംഭവം. എന്നിട്ട് നമ്മുടെ കയ്യിൽ മോൾഡ് ഉണ്ടല്ലോ, ഈ ഐസ്, ഈ പോപ്സിക്കിൾ മോൾഡ് ഉണ്ടല്ലോ, എൻ്റെ കയ്യിൽ അതുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിലേക്ക് ഇങ്ങനെ ആക്കി വെക്കുകയാണ്. ഇതിപ്പം നാളെ ആവും കേട്ടോ. അപ്പം നാളത്തെ വ്ളോഗിൽ ഞാൻ കാണിച്ചു തരാട്ടെ. ഇതാവുന്നത് ഇന്ന് വൈകിട്ട് ഇപ്പം നല്ല മഴ പെയ്തുകൊണ്ട് നല്ല മൂടായിരുന്നു, ചൂടൊന്നുമില്ല. അപ്പം നന്നായിട്ട് ഞാൻ ചെയ്തതാണ്. അപ്പോൾ ഇതിനി അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നാരും വേണ്ടപ്പം ഓരോന്നെടുത്ത് കുടിച്ചോളും. അപ്പോൾ ബാക്കി ഉണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ചും കൂടെ പാല് ചേർത്ത് മാംഗോ ഷേക്കായിട്ട് അടിച്ച് നാരൂന് കൊടുത്തു കേട്ടോ. അത് ബാക്കി നാര് കുടിച്ചിട്ടുണ്ട്.
ഇത് നമ്മൾ ഫ്രീസറിലാണ് കേട്ടോ വെക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരെണ്ണം വാങ്ങി വെക്കുകയാണെങ്കിൽ നമുക്കിതിൽ തണ്ണിമത്തൻ, ഇപ്പോൾ ഈ പിള്ളേരൊക്കെ എന്താ പറയുക, ഈ ഫ്രൂട്ട്സൊക്കെ കഴിക്കാത്ത പിള്ളേരുണ്ടെങ്കിൽ നമുക്ക് നോർമൽ വെള്ളത്തിൽ ഫ്രൂട്ട്സ് ഇങ്ങനെ ജ്യൂസ് ആക്കിയിട്ടോ അല്ലെങ്കിൽ ജ്യൂസിൻ്റെ വെറും പൾപ്പാക്കിയിട്ടോ ഇതേപോലെ ചെയ്തിട്ട് നമ്മളിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇവർക്ക് ഈ ചൂടല്ലേ ഓരോ പോപ്സിക്കിൾ പോലെ എടുത്ത് കൊടുക്കുകയാണെങ്കിൽ അവർ കഴിച്ചോളൂ കേട്ടോ. അതൊക്കെ ഭയങ്കര നല്ലതാണ്. ഞാനിതിൽ പാലൈസ് ചെയ്ത് വെക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നൊരിക്കൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആമസോണിൽ നിന്നോ എന്തോ ഞാൻ കോയമ്പത്തൂരായിരുന്ന സമയത്ത് വാങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതെടുത്ത് ഞാനിങ്ങനെ ചെയ്ത് വെക്കാറുണ്ട്. ഇതാകുമ്പം ഒന്നുമില്ലല്ലോ കെമിക്കൽ, നമുക്ക് സൂപ്പറായിട്ട് ഇത് കഴിക്കാമല്ലോ. അപ്പം നമ്മളിത് ഇത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ഇത് വൈകിട്ട് ചെയ്തത്, ഇന്ന് വൈകിട്ടാണ് ചെയ്തത്. അപ്പം നാളെയും സെറ്റ് ആവുള്ളൂ. ഇനി അതിൽ നിർത്തുന്നില്ല, ഒരു സംഭവം കൂടെ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഇത് ബ്രെഡ് പുഡിംഗ് ആണ്. ബ്രെഡ് പുഡിംഗ് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് ചടപടാന്നും പറഞ്ഞ് ചെയ്യാൻ പറ്റുന്ന വേറൊരു പുഡിങ് നമുക്കില്ല. പിന്നെ ഇത് ഭയങ്കര ടേസ്റ്റുള്ള പുഡിങ്ങാണെന്ന് നമ്മൾ കരുതി നിങ്ങൾ കഴിക്കരുത്. കാരണം ഇതിൽ ചുമ്മാ ബ്രെഡും പാലും മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ കുറച്ച് വാനില എസൻസ് ഒക്കെ. അല്ലാതെ നമ്മൾ മിൽക്ക് മെയ്ഡോ കസ്റ്റാർഡ് പൗഡറൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല പുഡിങ്ങായിട്ട് കിട്ടും കേട്ടോ. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു തട്ടിക്കൂട്ട് പുഡിങ്ങാണ്. അപ്പോൾ ഒരു 8 ബ്രെഡ് എടുത്ത് സൈഡെല്ലാം കളഞ്ഞിട്ട് ഞാൻ മിക്സിയിൽ ഒന്ന് അടിച്ച് മാറ്റി അവിടെ വെച്ചിട്ടുണ്ട്. മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളമൊന്നും ചേർത്തിട്ടില്ല, ബ്രെഡ് മാത്രം. എന്നിട്ട് ഞാനിവിടെ ഒരു 4 മുട്ടയാണ് എടുക്കുന്നത്. നിങ്ങൾക്കിത് നല്ല കട്ടി ചെയ്യുന്ന പോലെ, അതായത് നമ്മൾ ഈ കിണ്ണത്തപ്പൊക്കെ ഉണ്ടാക്കില്ലേ ആ രീതിയിൽ നല്ല കട്ടിക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു 5 മുട്ട എടുക്കണം. പക്ഷേ ഇവിടെ ഞാനിത് കഴിക്കില്ല, ഞാൻ പറഞ്ഞല്ലോ ഡയറ്റാണ്. നാരുവിന് ഇവിടെ മുട്ടയുടെ സ്മെല്ല് അധികം വരുന്നത് അങ്ങോട്ട് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പിന്നെ ഇത്തിരി സോഫ്റ്റായിട്ട് കിട്ടിയാലും കുഴപ്പമില്ല. നമ്മൾ വീട്ടിലേക്ക് വേണ്ടി ചെയ്യുന്നതല്ലേ, ചന്തമൊന്നും നോക്കിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഞാനിവിടെ ഒരു 4 മുട്ട എടുത്തിട്ടുള്ളൂ. ഞാനിപ്പോഴും പറയാം, നല്ല കിണ്ണത്തപ്പം പോലെ നല്ല വട്ടി പോലെ, അതായത് നല്ല സോഫ്റ്റ് ഫ്ലഫി ആയിട്ട് കിട്ടണമെങ്കിൽ 5 മുട്ട എടുക്കുക. എന്നിട്ട് മുട്ടയും പാലും നന്നായിട്ടൊന്ന് മിക്സായി 1/2 ലിറ്റർ പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് 4 മുട്ടയ്ക്ക് ഞാനിവിടെ. നിങ്ങൾക്ക് നല്ല രീതിയിൽ വേണമെങ്കിൽ 5 മുട്ട എടുക്കുക. പക്ഷേ ചെറുതായിട്ടൊരു മുട്ടയുടെ മണം ഉണ്ടാവും കേട്ടോ. കാരണം മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, കാരണം ഞാൻ ഇവിടെ മിൽക്ക് മെയ്ഡൊന്നും ചേർക്കുന്നില്ല. എന്നിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുക. അതേ കണ്ടില്ലേ, അതിൽ ചെറിയ പിശുട് പോലൊക്കെ മുട്ടയുടെ സംഭവം കിടക്കും. അതൊക്കെ ഒന്ന് അരിച്ച് മാറ്റി ഇതേ അരിച്ചെടുക്കുക. ഇതിലേക്ക് ഒരു മുട്ടയുടെ സ്മെല്ല് നമുക്ക് ഒരുവിധം കളയാനായിട്ട് ഞാൻ ആ ഒരു അടപ്പ് നിറച്ച് വാനില എസൻസ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് മഴ പെയ്തപ്പം കുറച്ച് ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു, അതൊന്ന് തീർക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ചടപടാ തോന്നി ചെയ്തതാണ്. ഇല്ലെങ്കിൽ ഞാൻ നമ്മുടെ മിൽക്ക് മെയ്ഡും കസ്റ്റാർഡ് പൗഡറൊക്കെ ചെയ്ത് ഇച്ചിരി നല്ലൊരു പുഡിങ് ആക്കിയേനെ. പക്ഷെ സമയമില്ല, ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നാണല്ലോ. അപ്പോൾ അതിലേക്ക് ഞാൻ പൊടിച്ച പഞ്ചസാരയെ ചേർത്തിരിക്കുന്നത്. അതിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് എത്ര പഞ്ചസാര വേണോ അതിൻ്റെ അളവിൽ നിങ്ങൾ ചേർക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇപ്പോൾ ചേർത്തിട്ട് നമ്മൾ ആ പൊടിച്ചു വെച്ചിരിക്കുന്ന മിക്സിയിൽ അടിച്ച ബ്രെഡ് ഉണ്ടല്ലോ, 8 ബ്രെഡാണ് എടുത്തിരിക്കുന്നത്, അതും ചേർത്തിട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. അപ്പം ഞാൻ ഒന്നും കൂടെ പറയാം, ബ്രെഡ്, 1/2 ലിറ്റർ പാല്, പിന്നെ കുറച്ച് പഞ്ചസാര, പിന്നെ കുറച്ച് മുട്ട, പിന്നെ വാനില എസൻസ്. ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു പുഡിങ് എന്ന് പറഞ്ഞാൽ. ഇതിലും സിമ്പിൾ പുഡിങ് വേറെ ഇല്ല. എന്നിട്ട് അടുത്ത സംഭവം, ഈ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്ത് നമ്മൾ ചേർക്കുകയാണ്. ഇവിടെ ഞാനൊരു കാര്യം പറയുകയാണ്, ഞാനിവിടെ ഒരു 4-3 സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5-2 സ്പൂൺ വെള്ളമാണ് കേട്ടോ ചേർത്തത്. ഇതിൽ മിക്കവരും പുഡിങ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഈ പഞ്ചസാര കാരമലൈസ് ചെയ്ത് ആ ഒരു കാരമലൈസ് എന്ന് വെച്ചാൽ ഒരു ബ്രൗൺ കളർ വരുമ്പോഴാണ് ചേർക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നാരുവിന് ചില ഫുഡ് അത് ഇതൊക്കെ ആണെങ്കിൽ തിന്നത്തില്ലെന്ന്. അപ്പം നാരു ഇവിടെ കഴിക്കണമെങ്കിൽ അതിനൊരു ചെറിയ കയ്പ്പ് പോലൊരു വരും. എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ പുഡിങ്ങിൽ. ആ ഒരു നമ്മൾ ഈ കസ്റ്റാർഡ് പുഡിങ് അല്ലെങ്കിൽ നമ്മൾ ക്യാരമൽ പുഡിങ് ഇല്ലേ, ഇതേ സെയിം തന്നെ ബ്രെഡ് ചേർക്കാതെ ക്യാരമൽ പുഡിങ് ഒക്കെ ചെയ്യുമ്പോൾ അടിയിൽ ഇങ്ങനെ ഒരു കറുത്ത പോലൊരു സംഭവം ഇങ്ങനെ കിടക്കൂലേ, ഒരു ബ്രൗൺ കളറിൽ, അത് ഈ പഞ്ചസാര കാരമലൈസ് ചെയ്ത് ചേർക്കുന്നത് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നാരുവിന് ആ ടേസ്റ്റ് ഇഷ്ടമല്ല. അപ്പോൾ ഞാനിത് എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇത് ആ ബ്രൗൺ കളർ ആവാൻ വേണ്ടി നിൽക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ആ പഞ്ചസാര അലിയിപ്പിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കിയെടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അതായത് ഒരു ഇങ്ങനെ നമ്മൾ 1 സ്ട്രിങ് കൺസിസ്റ്റൻസി എന്നൊക്കെ പറയത്തില്ലേ, ഒരു നൂൽപ്പരുവം, ആ ഒരു രീതിയിലാക്കിയെടുക്കുന്നേ ഉള്ളൂ. നിങ്ങൾ അഥവാ ഇത് ചെയ്യുകയാണെങ്കിൽ ഇത് തീ കുറച്ചിട്ടിട്ട്
ബ്രൗൺ കളർ ആവുന്നതും വേറെ ഒന്ന് ആക്കിയെടുക്കുക. ബ്രൗൺ കളർ എന്ന് പറഞ്ഞാൽ നമ്മുടെ തേനിൻ്റെ ഒരു ഗോൾഡൻ കളർ അത്രയും വരാവും കേട്ടോ. അതിൽ കൂടി പോവുകയാണെങ്കിൽ ഭയങ്കര കയ്പ്പായിരിക്കും, തിന്നാൻ ഒട്ടും ടേസ്റ്റ് കാണില്ല. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ എനിക്കത് വേണ്ടാത്തതുകൊണ്ട് ഞാൻ ഈ രീതിയിൽ ആക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഏത് ട്രെയിലാണോ നമ്മൾ പുഡിങ് ചെയ്യുന്നത് അതിലേക്ക് അപ്പം തന്നെ ആ ചൂടോടുകൂടി ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി വെക്കണം. കാരണം ഇത് ഒന്ന് ഇതിലിരുന്നൊന്ന് സെറ്റ് ആവണം, എന്നിട്ട് വേണം ഇതിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ മിക്സ് ഒഴിക്കാനായിട്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ നിങ്ങളിപ്പോൾ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഇതിൽ ചെയ്യുക. ഇതിപ്പം ഉണ്ടായി വരുമ്പോൾ വലിയ ലുക്കൊന്നും കാണില്ല, കാരണം ഞാനിതിൽ ഈ ബ്രെഡും മുട്ടയും കുറച്ചാണ് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് നല്ല ആ ഒരു വട്ടയപ്പം പോലത്തെ മുറിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലഫി ആയിട്ട് കിട്ടത്തുമില്ല. പിന്നെ അടിയിൽ ആ ഒരു ബ്രൗൺ കളറിൽ പോലെ കിടക്കത്തുമില്ല, കാരണം ഞാൻ ആ രീതിയിൽ ഇത് ചെയ്തെടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ദേ ആ പഞ്ചസാര ഷുഗർ സിറപ്പ് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ മിക്സ് ഒഴിച്ചു. എന്നിട്ട് ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ, ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. നമ്മുടെ ഒരു ഫോയിൽ പേപ്പർ ഉണ്ടല്ലോ അതെടുത്ത് ഒന്ന് കവർ ചെയ്യുക. കാരണം ഞാൻ ഇഡലിക്കുട്ടകത്തിൽ വേവിച്ചിട്ടാണ് എടുക്കുന്നത്. ഓവൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓവനിലായാലും വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഞാൻ ആദ്യം ഓവനിൽ ചെയ്യാമെന്നാണ് കരുതിയത്, പിന്നെ കരുതി വേണ്ട ഇഡലിക്കുട്ടകത്തിൽ ചെയ്തെടുക്കാം എന്ന് കരുതി. അപ്പോൾ അതിന് ഓവനിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഫോയിൽ പേപ്പർ ഇട്ട് കൊടുത്തത് കേട്ടോ. നമ്മൾ ഇഡലിക്കുട്ടത്തിൽ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ആവശ്യമില്ല, ഒരു പാത്രം വെച്ച് അടച്ചാൽ മതി, ഈ വെള്ളം വീഴാതിരിക്കണം, അത്രയേ ഉള്ളൂ സംഭവം. പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇഡലിക്കുട്ടത്തിൽ തന്നെ ചെയ്യാം, കാരണം മഴയെന്ന് ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ട് വൈകിട്ട് ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നുണ്ടായിരുന്നു. ഇത് ഇത്തിരി ആയി കഴിഞ്ഞിട്ട് കറണ്ട് പോയി കഴിഞ്ഞാൽ പണി കിട്ടും, ഉള്ള ഇതും കൂടെ പോവും. അപ്പം ഞാൻ ഇഡലിക്കുട്ടത്തിൽ തന്നെ വെച്ചു ചെയ്തെടുത്തു. ഒരു അരമണിക്കൂർ വേവിച്ചെടുക്കും. ഇത് ഈ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിട്ടിട്ട് നമ്മൾ ഈ ചൂടോട് കൂടി തന്നെ മറിച്ച് നമ്മൾ ഏത് പാത്രത്തിലാണോ ആക്കുന്നത് അതിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക, ഫ്രീസറിൽ വെക്കരുത്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുക കേട്ടോ, എന്നിട്ടാണ് ഇത് ടേസ്റ്റ്. അപ്പോൾ കണ്ടില്ലേ, ഈ രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഒരു മുട്ടയും കൂടെ എക്സ്ട്രാ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഫ്ലഫി ആയിട്ട് കിട്ടും. നാരൂന് ഈ ഒരു ടെക്സ്ചറാണ് ഇതിൻ്റെ ഇഷ്ടം. പിന്നെ നമ്മുടെ ക്യാരമൽ ചെയ്ത ആ ഒരു പഞ്ചസാര ഉണ്ടല്ലോ, അതാണ് ആ സൈഡിൽ വെള്ളം പോലെ കിടക്കുന്നത് കേട്ടോ. ഇതിപ്പം ആ ഒരു ബ്രൗൺ കളർ ആയിരുന്നെങ്കിൽ സൈഡിൽ ബ്രൗൺ കളറായി ഈ മേളിലൊരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് കിടന്നേനെ. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ അതും ഫ്രിഡ്ജിലാക്കിയിട്ട് ഞങ്ങളൊന്ന് പുറത്ത് പോവുകയാണ്. മഴയൊക്കെ തോർന്നായിരുന്നു കേട്ടോ. അപ്പം ആരും അവിടെ ഇരുന്ന് ഷവർമയൊക്കെ വാങ്ങി തിന്നുന്നുണ്ട് കേട്ടോ. ഞാൻ ഷവർമ കഴിച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മീൻ നോക്കാൻ പോയതാണ്, പക്ഷേ മീനൊന്നും കിട്ടിയില്ല. എല്ലാം ഒരുമാതിരി ചാള അയില ആ ഒരു ടൈപ്പായിരുന്നു. അപ്പം ഞങ്ങളുടെ വീടിനടുത്തുള്ള സൗബർണിക എന്ന് പറയുന്ന ഒരു ഹോട്ടലാണിത്. ഇത് ഒരു ബാറും ഹോട്ടലും കൂടെ ചേർന്നതാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇവിടെ വന്നു. ഞങ്ങൾ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമേഴ്സാണ്. ഞങ്ങൾ ഇവിടുന്ന് തലക്കറി ഇട്ടു കേട്ടോ, കിട്ടിലാണ്. അപ്പോൾ അത് വാങ്ങി പൊറോട്ടയും മതി എന്ന് പറഞ്ഞു നാരൂന്. വീട്ടിൽ ചോറും കറിയൊക്കെ ഇരിപ്പുണ്ട്, പക്ഷെ നാരൂന് രാത്രിയിൽ നിന്ന് ഇത് മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ കയറി. അവിടുത്തെയാണ് ഇതെല്ലാം കാണുന്നത്, അവിടുത്തെ കിച്ചണൊക്കെയാണ് കേട്ടോ നിങ്ങൾ കണ്ടത്. അപ്പം അവിടുത്തെ തലക്കറിയാണ് കേട്ടോ. പക്ഷെ വലിയൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല, കാരണം ഇത് നെമ്മീൻ്റെ തലയാണ്. പക്ഷേ നമ്മൾ വാങ്ങുന്ന അത്ര ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ വില 450 എന്തോ ആയിട്ടോ എല്ലാം കൂടെ, അതിനുള്ളതൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ചപ്പാത്തി ഒരെണ്ണം എനിക്കാണ് വാങ്ങിയത്, അതും കൊള്ളില്ലായിരുന്നു. പൊറോട്ട കൊള്ളായിരുന്നു കേട്ടോ. ഇവിടുത്തെ കപ്പയും നല്ലതായിരുന്നു, പക്ഷേ ഈ കപ്പ കൊള്ളില്ലെന്ന് പറഞ്ഞാൽ കപ്പയുടെ കുഴപ്പമാണ്, വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്ന കപ്പയല്ല. അപ്പം ഞാനൊരു ചപ്പാത്തിയും കുറച്ച് ചാറും എടുത്തത്, പക്ഷേ കൊള്ളില്ലായിരുന്നു കേട്ടോ. അവരുടെ മീനിൻ്റെ കുറ്റമല്ല, മീനിപ്പം പൊതുവേ ഒരു ടേസ്റ്റ് ഇല്ലല്ലോ, അതുകൊണ്ടായിരിക്കാം. പക്ഷേ അവിടുത്തെ എല്ലാം നല്ലതാണ്. ഇനി അടുത്ത വട്ടം വാങ്ങുമ്പോൾ അറിയാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കഴിച്ചു. ഒരു ചപ്പാത്തിയും കുറച്ച് ചാറും എടുത്താൽ 4 മീൻ തലയും ചോറും കപ്പയെല്ലാം കൂട്ടിയായിട്ടാണ് കേട്ടോ കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് ഒരു ബണ്ണെടുത്തിട്ട് ഞാൻ ഫ്രണ്ടിൽ വന്നിരുന്ന് പട്ടിക്കുട്ടികൾക്കൊക്കെ കൊടുക്കുക കേട്ടോ. ഇനി ഇവർക്കൊക്കെ ഫുഡും കൊടുത്ത് പൂച്ചക്കുട്ടികൾക്കും ഫുഡും കൊടുത്ത് തന്നെ ഞങ്ങളും കിടക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളേ.